അപ്പം ബോഗെയിൻവില്ല എടുക്കുന്നതാണെങ്കിലും ഏത് പ്ലാന്റ്സ് എടുക്കുന്നവരോട് ഒറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൊറിയർ ചാർജ് ഇത്രയുണ്ടോ, അതെന്തേ ബാക്കി ആർക്കും ഇത്രയില്ല. പക്ഷെ ബാക്കിയുള്ളവർ അയക്കപ്പോൾ ചെടി നമ്മളത് പട്ടുപോയി എന്ന് പറയും. അപ്പോൾ അവരുടെയും കുറ്റമല്ല. അവർ ഇങ്ങനെ കിടന്ന് ഓരോരുത്തർ കൊറിയർ ചാർജ് കൂടുതലെന്ന് പറയുമ്പോൾ അവർ ചെടിയുടെ പൈസ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ചെടി പിടിച്ചാലെന്ത് പിടിച്ചില്ലെങ്കിൽ എന്ത്, അവരത് മണ്ണ് മാറ്റി അവരെ ഫ്രഷാക്കി ഇതിൽ നിന്ന് കമ്പ് മാത്രമാക്കി അയക്കും. പിന്നെ അത് നിങ്ങൾക്ക് പിടിക്കണമെന്നില്ല, പൈസ കിട്ടിയല്ലോ ചെടിയുടേത്. നമുക്ക് DTDCയുടെ പൈസ അവർക്ക് കൊടുത്താൽ മതിയല്ലോ. ബാക്കി നിങ്ങൾക്ക് ചെടി കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ, പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ മണ്ണോടുകൂടി അയക്കുന്നതും കൊറിയർ ചാർജ് നിങ്ങൾക്ക് ഇത്രയും പൈസ ആവുമെന്ന് പറയുന്നത്. മണ്ണ് മാറ്റി അയക്കുവാണെങ്കിൽ ഇത്ര ആവത്തില്ല, നമുക്ക് പൈസ ചെടിയുടെ അത് കിട്ടിക്കോളും. നിങ്ങൾക്ക് ചെടി പിടിച്ചാലെന്ത് പിടിച്ചില്ലെങ്കിൽ എന്ത്, അത്ര തന്നെ ആ ഒരു മനോഭാവത്തോട് നമ്മൾ അയക്കാറില്ല. അതുകൊണ്ടാണ് കൊറിയർ ചാർജ് കൂടുതൽ വരുന്നത്. മണ്ണോടുകൂടിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത്. അപ്പോൾ അത് ദയവ് ചെയ്ത് എടുക്കുന്നവരൊന്ന് മനസ്സിലാക്കിയാലും നല്ലത് കേട്ടോ.